ഈ ഹോട്ടലിൽ ഒരു സംവിധായകനും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെ കല്ലൂർ ഡെന്നീസും കൂടെ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ കയറി വന്ന് ചാൻസ് ചോദിച്ചു. അപ്പൊ ഡയറക്ടറിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പുള്ളിക്ക് ഇങ്ങേരോട് ഇല്ല എന്ന് പറയാൻ പോലുള്ള മനസ്സില്ല. കല്ലൂർ ഡെന്നീസിനോട് വന്ന് പോയി അവനെ പറഞ്ഞു വിടാന്ന് പറഞ്ഞു. കല്ലൂർ ഡെന്നീസിന് മനസ്സിലൊരിത് നല്ലൊരു ചെറുപ്പക്കാരനുണ്ട്, അത് പറയാനൊരു മടി, മുഖത്ത് നോക്കി പറയാൻ. എന്നിരുന്നാലും പുള്ളി ചെന്ന് എഴുന്നേച്ച് പറഞ്ഞു ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ സർപ്രൈസിംഗ്ലി ഈ കേട്ട ഈ ചെറുപ്പക്കാരന് ഒരു ഭാവവ്യത്യാസവും ഇല്ല. പുള്ളി ഭയങ്കരമായിട്ട് സിനിമയെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അപ്പൊ കല്ലൂർ ഡെന്നീസ് വിചാരിച്ചു ഇവൻ എന്തൊരു മനുഷ്യനാണ്, ഇവൻ എന്താ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് വിഷമമില്ലാത്തതെന്ന് പുള്ളി ഇങ്ങനെ വിചാരിച്ചു. എന്തായാലും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ വ്യക്തി ഒരു ആക്ടറായിട്ട് മാറി. അതിനുശേഷം കുറെ വർഷങ്ങൾ കഴിഞ്ഞെങ്കിൽ പോലും കല്ലൂരിന്റെ മനസ്സിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ കിടപ്പുണ്ടായിരുന്നു. എന്തുകൊണ്ട് വിഷമിച്ചില്ല എന്നുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്റർവ്യൂല് ഒരു ആങ്കർ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഒരു നടനായില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി ഒരു മടിയില്ലാതെ പറഞ്ഞു, നടനായില്ലായിരുന്നെങ്കിൽ ഞാൻ ചാൻസ് ചോദിച്ചു നടന്നേനെ. അതായത് പുള്ളി തീരുമാനിച്ചാണ് വന്നത്. എന്നെ എത്ര പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാലും